അടുത്തതായി ഞങ്ങൾ പോയത് സ്ലോവാക്കിയ ആൻഡ് ചെക്ക് റിപ്പബ്ലിക്. പഴയ ചെക്കോസ്ലോവാക്കിയയുടെ ഭാഗമായ ഈ പ്രദേശങ്ങൾ ഇന്ന് 2 സെപ്പറേറ്റ് രാജ്യങ്ങളാണ്. ചെക്കോസ്ലോവാക്കിയയുടെ ചരിത്രം പറയുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് ആസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷം സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മനി ഈ പ്രദേശം കൈയടക്കി. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാന ഘട്ടത്തിൽ ജർമ്മനി തകരുകയും സോവിയറ്റ് യൂണിയൻ ഈ രാജ്യങ്ങൾ പിടിച്ചടക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ചെക്കോസ്ലോവാക്കിയ എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം നിലവിൽ വന്നത്. പൂർണ്ണമായിട്ടും സോവിയറ്റ് യൂണിയൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ വീണ്ടും ഇവർ സ്വതന്ത്രമായി. ഇവരൊരു ഡെമോക്രാറ്റിക് കൺട്രിയായി മാറി. അതിനുശേഷം വീണ്ടും 1992 ഈ രാജ്യങ്ങൾ വീണ്ടും വിഭജിച്ച് ഒന്ന് സ്ലോവാക്കിയ, മറ്റത് ചെക്ക് റിപ്പബ്ലിക് എന്നീ 2 രാജ്യങ്ങളായിട്ട് മാറുകയാണ് ഉണ്ടായത്. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലെ താരതമ്യേന ഏറ്റവും ചെറിയൊരു രാജ്യമാണ് സ്ലോവാക്കിയ. ആ രാജ്യത്തിൻ്റെ ആകെ വിസ്തീർണം നമ്മുടെ കേരളത്തിൻ്റെ വലുപ്പത്തിന് സ്വല്പം കൂടുതലേ ഉള്ളൂ. അതുപോലെ തന്നെ ജനസംഖ്യ വളരെ കുറച്ചാണ്. വെറും 54 ലക്ഷം പേർ മാത്രമാണ് ആ രാജ്യത്തെ മൊത്തം ജനസംഖ്യ. ഞങ്ങൾ പോയത് സ്ലോവാക്കിയയുടെ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവ എന്ന ഒരു കൊച്ചു പട്ടണത്തിലാണ്. അത് ഡാന്യൂബ് നദിയുടെ കരയോട് ചേർന്ന് കിടക്കുന്ന ഒരു സുന്ദരമായ ഒരു പുരാതനമായ പട്ടണമാണ്. ഞങ്ങൾ പ്രധാനമായും പോയത് അവിടുത്തെ ഓൾഡ് സിറ്റി ഏരിയയിലാണ്. ആ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം ആ രാജ്യം വളരെ പണ്ട് മുതലേ അഭിവൃദ്ധി നേടിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എന്ന്. ഓൾഡ് ടൗണിലെ പ്രധാന അട്രാക്ഷൻ മൈക്കിൾസ് ഗേറ്റ്, ആ ഒരു പുരാതന കോട്ടയുടെ ഒരു പ്രധാന കവാടമാണ്. അത് ടൂറിസ്റ്റുകൾ ധാരാളം ആകർഷിക്കുന്നുണ്ട്. വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഓൾഡ് ടൗൺ പല യുദ്ധങ്ങളിൽ മൊത്തമായിട്ടും തകർക്കപ്പെടുകയും വീണ്ടും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു കൊച്ചു രാജ്യമാണ് സ്ലോവാക്കിയ. അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നുണ്ട്. അതുകൂടാതെ അവരുടെ ഏറ്റവും വലിയൊരു വരുമാനം അവർക്ക് ധാരാളം ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് നിർമ്മിക്കുന്ന ഫാക്ടറികളുണ്ട്. വിവിധ ബ്രാൻഡ് കാറുകളുടെ അസംബ്ലിംഗ് ഫാക്ടറികൾ സ്ലോവാക്കിയയിലുണ്ട്. അടുത്ത ദിവസം ഞങ്ങൾ എത്തിയത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റലായ പ്രാഗ്. പ്രാഗ് താരതമ്യേന വളരെ വലിയൊരു സിറ്റിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1992 ചെക്കോസ്ലോവാക്കിയ 2 പിരിഞ്ഞ് 2 രാജ്യങ്ങളായി മാറുന്നത്. അത് വളരെ സമാധാനപരമായിട്ടാണത്രേ അവർ വിഭജിച്ചത്. ഒരു റഫറണ്ടം നടത്തി അങ്ങനെ 2 രാജ്യങ്ങളായി സമാധാനപൂർവ്വം പിരിയുകയാണ് ഉണ്ടായത്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പേര് മാറ്റി ചെക്കിയ എന്നാണ് പുതിയ നാമധേയം. ചെക്കിയയുടെ ആകെ വലുപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം 2 ഇരട്ടി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അവിടുത്തെ ജനസംഖ്യ വെറും 1 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രാഗ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു
ഒരു യൂറോപ്യൻ സിറ്റിയാണ്. വളരെ പുരാതനമായിട്ട് ഉള്ള കാലം തൊട്ടേ അവിടെ നല്ലൊരു വികസനം അവിടെ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അവിടുത്തെ ഓൾഡ് സിറ്റി പ്രദേശമാണ്. അതിലെ 12-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കരിങ്കൽ ആർച്ച്, ഒരു പാലം, ഒരു ബ്രിഡ്ജ്, അത് വളരെ സുന്ദരമാണ്. കാരണം ആ ബ്രിഡ്ജിന്റെ പല പല ഘട്ടങ്ങളിൽ ധാരാളം സ്റ്റാച്യൂസ് ഉണ്ട്. ഇത് തന്നെയല്ല, പലതവണ ഈ ബ്രിഡ്ജ് ഫ്ലഡിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. എന്നിട്ട് അവർ വീണ്ടും അതേപോലെ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. ഇന്ന് അതിൽ പെഡസ്ട്രിയൻസ് മാത്രമേ നടക്കുന്നുള്ളൂ. പണ്ട് കാറെല്ലാം പോയിരുന്നു അത്രേ. ബസിലിക്കകള്, പാലസുകള്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് പണ്ടുകാലം തൊട്ടേ പ്രാഗ് അവിടുത്തെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു എന്നാണ്. വേറൊരു പ്രധാന അട്രാക്ഷൻ ഓൾഡ് ടൗൺ സ്ക്വയർ. ആ സ്ക്വയറിന് ചുറ്റും തന്നെ 2 ചർച്ചസ് ഉണ്ട്. അതിലെ ഒരു ചർച്ചിന്റെ സൈഡിലെ ഒരു അസ്ട്രോണമിക്കൽ ക്ലോക്ക്, അതായത് ക്ലോക്ക് സമയം സൂചിപ്പിക്കുക മാത്രമല്ല ഗ്രഹങ്ങളുടെ നില വരെ വ്യക്തമാക്കുന്ന, 12 മാസം വേറെ വേറെ ഗ്രഹങ്ങൾ ഏതെല്ലാം പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് വരെ വ്യക്തമാക്കുന്ന ഒരു അസ്ട്രോണമിക്കൽ ക്ലോക്ക് സന്ദർശകരെ ധാരാളം ആകർഷിക്കുന്നുണ്ട്. അതിൽ 1 മണിക്കൂർ ഇടവിട്ട് അവിടെ അതിൻ്റെ ബെല്ലടിക്കുമ്പോൾ പട്ടാൾക്കാർ മാർച്ച് ചെയ്യുന്നതും കൊച്ചു കൊച്ചു സ്റ്റാച്യൂസ് കടന്നു പോകുന്നതും അത് കാണാൻ മാത്രം വലിയൊരു ജനാവലി ദിവസവും അവിടെ കൂടുന്നുണ്ട്. വളരെ പുരാതന കാലം തൊട്ടേ ചെക്കോസ്ലോവാക്യയിലെ ജനങ്ങൾ വളരെ എഞ്ചിനീയറിംഗ് മൈൻഡുള്ളവരാണ്. പഴക്കമുള്ള പല നിർമ്മിതികളും കാണുമ്പോൾ നമുക്കറിയാം. അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവായതുകൊണ്ട് യൂറോപ്പിന് വേണ്ട ധാരാളം മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അവർ ധാരാളം വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ലോവാക്കിയ, ചെക്കിയ എന്നീ രാജ്യങ്ങളിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങളുടെ സെൻട്രൽ യൂറോപ്പ് യാത്ര അവസാനിക്കുകയാണ്. അടുത്ത ദിവസം നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു.